ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിയേറ്റീവ് ഹബ്ബ്. ഇന്നിപ്പോൾ ഞാൻ എന്താ ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളത് തമ്പനയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ അതന്നെ ഗ്രീൻ പീസ് കൊണ്ട് വട ഉണ്ടാക്കാനാണ് പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ 2 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു കൈപ്പിടി നിറയെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുത്തിട്ട് വരാം നമുക്ക്. ഇനിയിപ്പോൾ റമളാനൊക്കെ ഉള്ള വരുന്നത്. റമളാനിൽ മിക്ക വീടുകളിലും പൊരിക്കടി ഉണ്ടാക്കുന്ന വീടുകളാവും. അപ്പോൾ അവർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പി കൂടിയാണിത്. നമ്മൾ പരിപ്പ് വടക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒരു ചട്നിയും കൂടി ഉണ്ടെങ്കിൽ ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. അങ്ങനെ ഞാനിതാ കംപ്ലീറ്റ് ഉള്ളിയും തൊലി കളഞ്ഞെടുത്ത് കഴുകി എടുത്തിട്ടുണ്ട്. ഇതിൽക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ഒരു നാടൻ ചപ്പിൻ്റെ ലീഫും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ ഉള്ളിയും പച്ചമുളകും ഒക്കെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പച്ചമുളക് ഞാനിവിടെ 1 എടുത്തിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം കേട്ടോ. ചെറിയ ഉള്ളി കുറച്ച് അധികം എടുത്തോളി. ഉള്ളി കൂടുതൽ ഇട്ടാൽ ടേസ്റ്റ് കൂടും. അതേപോലെ തന്നെ കറിവേപ്പിലും കുറച്ച് കൂടുതൽ തന്നെ ഇട്ടോളി. അപ്പോൾ അത് ഞാൻ ഉള്ളിയും പച്ചമുളകൊക്കെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഗ്രീൻ പീസാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വളരെ എളുപ്പമാണല്ലോ. എപ്പോഴാണ് ഉണ്ടാക്കാൻ തോന്നുന്നത് അപ്പം എടുത്ത് ഉണ്ടാക്കാമല്ലോ. മറ്റേത് നമ്മളിത് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് വേണ്ടെന്ന് വിചാരിച്ചിട്ട് മടി പിടിച്ചിരിക്കും. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ തോന്നുമ്പോൾ എളുപ്പമായിട്ട് അത് എടുത്ത് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഇപ്പം ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് റമളാൻക്കൊക്കെ വലിയ ഉപകാരമാവും കേട്ടോ. കറി വെക്കാനായിട്ടും അതേപോലെ ഗ്രീൻ പീസ് ഒക്കെ മസാല ഉണ്ടാക്കാനും അതേപോലെ വടയൊക്കെ ഉണ്ടാക്കാനൊക്കെ നമുക്ക് എളുപ്പമാകും. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടാ. അങ്ങനെ ഞാനിപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് ആവശ്യമായ ഗ്രീൻ പീസ് എടുക്കുന്നുണ്ട്. ഇതാ ഈ ഒരു പാത്രം നിറയെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് അരച്ചെടുക്കണം. അരച്ചിട്ടാണ് അതിൽ ചേർക്കേണ്ടത്. അരച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ പറ്റ പേസ്റ്റ് ആക്കിയിട്ട് അരക്കണം എന്നല്ല കേട്ടോ പറഞ്ഞത്. നമ്മൾ ഈ പരിപ്പ് വടയിൽ പരിപ്പൊക്കെ കടിക്കണ പോലെ കടിക്കാൻ വേണം. അപ്പോൾ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഇങ്ങനെയാണ് അരച്ചെടുക്കേണ്ടത്. ഇതേപോലെ കഷ്ണങ്ങളോട് കൂടിയിട്ടാണ് അരച്ചെടുക്കേണ്ടത്. അങ്ങനെ ഞാനിത് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഉള്ളി പച്ചമുളക് ഒക്കെ ഇല്ലേ, അതിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള ഗ്രീൻ പീസും കൂടെ അരച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പം ഞാൻ എടുത്ത് വെച്ച ഗ്രീൻ പീസൊക്കെ ഞാനിതാ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചും വെളുത്തുള്ളിൻ്റെ പേസ്റ്റാണ്. അപ്പോൾ പേസ്റ്റ് തന്നെ ചേർത്ത് കൊടുക്കണം എന്നൊന്നുമില്ല കേട്ടോ. ഇഞ്ചും വെളുത്തുള്ളിയും ജസ്റ്റ് കുത്തിയിട്ട് കൊടുക്കുക, അരിഞ്ഞിട്ട് കൊടുക്കുക, എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്താൽ മതി. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള രീതി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കി. അപ്പോൾ എനിക്ക് ഇതിലേക്ക് ആവശ്യമായ ഇഞ്ചും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതാ നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോഴാണ് എനിക്ക് ഓർമ്മ ആയത് ഇതിലേക്ക് കുറച്ച് സാധനങ്ങളൂടെ ചേർക്കാനുണ്ടല്ലോ, അത് ഞാൻ ചേർത്തിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ വേഗം അതവിടെ വെച്ചിട്ട് ബാക്കി സാധനങ്ങളും കൂടെ എടുത്തു കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മസാല പൗഡറുകളൊക്കെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കാനുള്ളത്. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അതേപോലെ മുളക് പൊടി നമുക്ക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂണ് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
പിന്നെ കോൺഫ്ലവറും കൂടെയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കോൺഫ്ലവർ ഞാനൊരു 2-3 സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ചേർക്കാൻ മറന്ന സാധനങ്ങളൊക്കെ കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലവണ്ണം കൈകൊണ്ട് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇതാ മാവ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇങ്ങനെ ഉരുളാക്കി നോക്കിയാൽ അറിയാം മാവ് റെഡി ആയിക്കണമെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഉരുളാക്കിയിട്ട് ജസ്റ്റ് കയ്യിൽ വെച്ച് ഒന്ന് അമർത്തിയിട്ട് നമ്മൾ പരിപ്പ് വട ഒക്കെ ഉണ്ടാക്കൂല, അതേപോലെയാണ് ഇത് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കുക. അങ്ങനെ കംപ്ലീറ്റ് അതേ ഷേപ്പിൽ ഉണ്ടാക്കി എടുക്കണം. വേണമെങ്കിൽ ആദ്യം ഇതേപോലെ ഒക്കെ ഷേപ്പിലാക്കി വെച്ചിട്ട് എണ്ണ ചൂടാക്കിയിട്ട് വറുത്ത് പോരാ. അതല്ലെങ്കിൽ എണ്ണ ചൂടാക്കി വെച്ചിട്ട് നമുക്ക് നേരിട്ട് തന്നെ പരത്തിയിട്ട് അതിൽ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുത്താലും മതി. അങ്ങനെ ഞാനിതേപോലെ ഇപ്പോൾ പാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാന് ചൂടായപ്പോൾ അതിലേക്ക് ആവശ്യമായ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓയിൽ നല്ലോണം ചൂടായതിന് ശേഷം നമുക്ക് ഈ ഗ്രീൻ പീസ് വട ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ അതിലിട്ടിട്ട് പൊരിച്ച് കോരാവുന്നതാണ്. അപ്പോൾ ഇത്ര പണിയുള്ളൂ കേട്ടോ ഇത് ഉണ്ടാക്കാൻ. ഇത് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക.